തവനൂർ ഏതാണ്ട് 16 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റർ പണിതത്. ഇത് ഒരു തൊഴിൽ നൈപുണ്യ പരിശീലന വികസന കേന്ദ്രമാണ്. ഇപ്പോഴും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് യഥാർത്ഥത്തില് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അതിന് ഇത്രയും സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത ഒരു സർക്കാരിനെ എങ്ങനെയാണ് പഴിക്കുക? എനിക്കതാ മനസ്സിലാവാത്തത്. അത്രയും ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് ഈ ദേശീയപാത വെട്ടിയിരിക്കുന്നത്. മന്ത്രിയാവണ തവനൂർ ഏതാണ്ട് 16 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റർ പണിതത്. ഇത് ഒരു തൊഴിൽ നൈപുണ്യ പരിശീലന വികസന കേന്ദ്രമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1200 ആളുകൾക്ക് ഇവിടെ പഠിച്ച് അവർക്ക് പ്ലേസ്മെന്റ് വിവിധ കമ്പനികളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഹയർ എഡ്യൂക്കേഷന്റെ മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രപ്പോസൽ വന്നത്. ആ പ്രപ്പോസൽ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി അതിപ്പോ നല്ല ഫലവത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നമ്മളുടെ ലാബൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ലാബ് എവിടെയാണ്? മുകളിൽ. ഇതിനോണ്ട് പോവാം. പരമാവധി യുവാക്കളും യുവതികളും ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതെ 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 തീർച്ചയായിട്ടും. ഇത് ഇപ്പോഴും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് യഥാർത്ഥത്തില് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ചെറിയ ചെറിയ കോഴ്സുകൾ കൊണ്ട് ഒരു ഫുൾ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായാല് ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും. കൺവേർട്ടർ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് ഒരു പോർഷൻ വൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 വീലർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ 2 വീലർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ എത്രയുള്ള ഒരു 2 വീലർ എന്ന് പറയുന്നത്. അപ്പോൾ EVക്ക് വരുമ്പോൾ അതിലവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു അനാറ്റമി പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ലാബിൽ വെച്ചിട്ടുണ്ട്. അതായത് മോട്ടോർ വെഹിക്കിളിന്റെ അനാറ്റമി. ഇത് കാറിന്റെ പെയിന്റിങ് എങ്ങനെയാണ് നടക്കുന്നത്, അത് ഓരോ പോർഷൻ കാറിന്റെ ഓരോ പോർഷൻ എങ്ങനെയാണ് പെയിന്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കുന്നത്, ആ ഒരു എന്താ പറയാ ജോലി പ്രായോഗികമായിട്ട് എങ്ങനെ ഫലവത്തായിട്ട് ചെയ്യാം, മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത്, അതിനുള്ള സംവിധാനങ്ങളാണ്. ഒരു സ്ഥാപനം ഉണ്ട് അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഒരു സന്ദേശമാണ് നൽകുക. അല്ല, ഏത് കോഴ്സ് എടുത്താലും ആഡ് ഓൺ കോഴ്സ് എടുത്താലേ ഈ ജോബ് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ. ഒരു പ്രൊഫഷണലിസം ആവശ്യമാണ്. തത്വം പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ പ്രയോഗവൽക്കരണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രയോഗവൽക്കരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ കുട്ടികൾ താല്പര്യമുള്ളവർ വന്ന് ചെയ്താൽ അവർക്ക് പ്ലേസ്മെന്റ് ഇവിടെ നിന്ന് തന്നെ കൊടുക്കും. കമ്പനികൾ ഇവിടെ വരും. അല്ല, ഇത് ഒരിക്കലും നടക്കുന്നു വിചാരിക്കാത്ത ഒരു പദ്ധതി നടത്തിയില്ലേ. അതിന് ഇത്രയും സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത ഒരു സർക്കാരിനെ എങ്ങനെയാണ് പഴിക്കുക? എനിക്കതാ മനസ്സിലാവാത്തത്. ഗൾഫാണോ കേരളമാണോ? 1 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ UDFന് കഴിയില്ല. 1 ഏക്കർ സ്ഥലം ഈ ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ട്. ഇത് ഒരു കംപ്ലൈന്റും ഇല്ലാതല്ലേ ഇത്രയും 2500ഓളം ഏക്കർ സ്ഥലം ഏറ്റെടുത്തത്. ഒരാള് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയ പൈസ പോരാ? പശുത്തൊഴുത്തിന് വരെ നഷ്ടപരിഹാരം. പശുത്തൊഴുത്തല്ല, ഒരു വെണ്ടക്കയുടെ തൈ നട്ടിട്ടുണ്ടെങ്കിൽ ആ വെണ്ടക്കയുടെ തൈക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തു. അത്രയും ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് ഈ ദേശീയപാത വെട്ടിയിരിക്കുന്നത്. നമ്മളുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ടൗണിന് മുകളിലൂടെയുള്ള ഒരു ഫ്ലൈ ഓവറാണ്. ഈ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മഞ്ചേരിയിൽ പോലും ഇങ്ങനെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടില്ല. ഇത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. ഇത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സഫീഷ്യന്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ, ഇത് ഗ്രൗണ്ട്,
മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയും 3 കോടി രൂപ പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് പണികൾ ബാക്കിയുണ്ടോ? അതെ 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 ഇപ്പൊ തന്നെ വരുന്ന വഴിയില്ലേ ജനങ്ങൾക്ക് മന്ത്രിയോടുള്ളൊരു സ്നേഹം നേരിട്ട് കാണുവാൻ സാധിച്ചു. അതെ അതെ അല്ല, നമ്മള് സ്ഥിരമായിട്ട് കാണുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ആളുകളായിട്ടൊരു എന്താ പറയാ, ശരിക്കും ഒരു വീട്ടിലുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പിന്നെ പരീക്ഷ ആയോ? പരീക്ഷ ആയോ? അല്ല, നിങ്ങളൊക്കെ ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് കഴിഞ്ഞോ? ശരി എന്നാ എന്താ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ വരെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ച ഒരു സർക്കാരാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണല്ലോ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്നത്. അതെ 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 ആ കെട്ടിടമാണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയത് അവിടെ. അത് ആ ഹൈസ്കൂളിനെ ആ 3 നില, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ കെട്ടിടം. അതെ അതെ, ഇതും ഇവിടെയാണ് ഇപ്പൊ പുതിയ കെട്ടിടം വരുന്നത്. 3 കോടി രൂപയുടെ പുതിയ കെട്ടിടം അവിടെ വരികയാണ്. സാറ് 1ാം റാങ്ക് കിട്ടിയാണ്, സന്തോഷമായി ട്രോഫി കൊടുക്കും. ആ അത് ശരി, ഓക്കെ ഓക്കെ ആ ഓക്കെ. അതൊക്കെ ആ ഓക്കെ ആ ശരി, ഓക്കെ, കൺഗ്രാറ്റ്സ്. പഠന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനത്തെ വാലന്റൈൻസ് ഡേ അങ്ങനത്തെ അന്ന് അത്ര കൂടുതലായിട്ട് അതൊന്നുമില്ല. പക്ഷേ കോളേജ് ഡേ നമുക്ക് മറക്കാൻ വേണ്ടി പറ്റൂലല്ലോ. കോളേജ് ഞാൻ പഠിച്ച കോളേജിൽ തന്നെയാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഇയർ കോളേജ് യൂണിയന്റെ ചെയർമാൻ ആയത്, തിരൂരങ്ങാടി PSM കോളേജിൽ. അവിടെ തന്നെയാണ് പിന്നെ ഞാൻ അധ്യാപകനായിട്ട്. നല്ലൊരു ഗായകൻ, മറ്റേ ഒരു കുട്ടിലാക്കുന്ന ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു. പേരക്കുട്ടിയെ ഞാനും അമേരിക്കയിൽ ചെന്നിട്ട് ഒരു ദിവസം അവനിങ്ങനെ കുറുമ്പ് പിടിച്ച് ഉറങ്ങാതിരുന്നപ്പോ ഉറക്കാൻ വേണ്ടിയിട്ടൊന്ന് പാടിയതാണ്. ഞാൻ മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പാട്ടൊക്കെ നിർത്തി പ്രസംഗത്തിലേക്കായി. ആ പാട്ടെങ്ങനെ പുറത്ത് വന്നത് എങ്ങനെയാണ്? ഞാന് അത് യഥാർത്ഥത്തിൽ അല്ല ഞാനല്ല, അത് അവര് കുടുംബ ഗ്രൂപ്പിലിട്ടതാ നമ്മളുടെ. ഇതിപ്പോ 10 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പോ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനിയിപ്പോ ഒരു 9 കോടി രൂപ അഡീഷണൽ ആയിട്ട് ഇപ്പൊ പാസ്സായിട്ടുണ്ട്. അതിന്റെ TS കിട്ടി. ഇനിയിപ്പോ അത് വർക്ക് ടെൻഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഈ പിന്നെ ഇതിൽ മൊത്തം ഒരു പിന്നെ ഇതുകൂടി വരും. നേരത്തെ വാടക കെട്ടിടത്തിലായിരുന്നു. നേരത്തെ വാടക കെട്ടിടത്തിൽ നമ്മൾ ഈ സ്ഥലം 5 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ടാണ് ഞാൻ സർക്കാരിലേക്ക് കൈമാറിയത്. ഫ്രീ ആയിട്ട് 5 കോടി രൂപ വിലമതിക്കുന്ന സ്ഥലമാണ് ഈ കോളേജിന് ആവശ്യമായിട്ട് വന്നത്. അത് വേറൊരു ഏജൻസിയിൽ നിന്ന്, നിള പ്രവാസി സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘത്തിൽ നിന്ന് അവരോട് അഭ്യർത്ഥിച്ച് അവര് അത് സർക്കാരിലേക്ക് തരാൻ തയ്യാറായി. അങ്ങനെ ഞാനാണ് ഗവൺമെന്റിൽ അതിൻ്റെ ആധാരങ്ങളും മറ്റും കൊടുത്ത് ഈ കോളേജ് ഇങ്ങനൊരു സ്ഥലത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് തുടക്കം കുറിച്ചു. ഇത് ഇവിടുത്തെ UP സ്കൂളാണ്. തവനൂര് കേളപ്പജി മെമ്മോറിയൽ ഗവൺമെന്റ് UP സ്കൂളാണിത്. ഇതിലൊരൊറ്റ പഴയ കെട്ടിടവും ഇല്ല, എല്ലാം പുതിയ കെട്ടിടമായി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം അത് എല്ലാം. പിന്നെ ഇതാ ഇവിടെ ഇതും, ഇവിടെ ഈ കെട്ടിടം, ഇതിപ്പോ ഗ്രൗണ്ടും, ഇത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയാണ് കേട്ടോ. ആ ദാദാ ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഗാലറി ഒക്കെ ഉണ്ട്. ആരാ ഗോളി? യാ ആ ഞാൻ വരാണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഭാഗ്യം ഇതൊക്കെ ഒന്ന് നോക്കുമ്പോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ കാലത്തൊന്നും ഇങ്ങനെ ഇത്രയും നല്ല ഗ്രൗണ്ടും അതെ
സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ നല്ല കുട്ടികളും ഉണ്ട്. ഒരു ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം എങ്ങനെയായിരിക്കണമെന്ന് ഇന്നേ ദിവസം ഈ സുൽത്താനിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ഒരു ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ വലിയൊരു പാഠം ജലീലിക്ക തന്നു. എത്രയൊക്കെ വളർന്നാലും നമ്മുടെ നാട്ടുകാരെ വന്ന വഴിയെ മറക്കല്ലല്ലേ, മറക്കാൻ പാടില്ല. അതാണ് എൻ്റെ വളർച്ചയുടെ ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പം വേറിട്ട വിശേഷങ്ങളും വേറിട്ട ആളുകളുമായി സൈനിങ് ഓഫ് ഫജീം വർഗീസ്. ഓക്കെ, താങ്ക് യു.